എടാ കൊറോണയാണ്, ലിഫ്റ്റ് ഒന്നും കിട്ടില്ല. നീ ഫ്രീ ആണെങ്കിൽ വാടാ പ്ലീസ്. അയ്യോ ഞാനേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയിലാടാ. എനിക്ക് ഇവിടെ നിന്ന് തിരിയാൻ സമയമില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് വരണ്ടേ? എടാ നീ ഇപ്പൊ ഇതിന് അത്യാവശ്യമായിട്ട് ഓടി ഇങ്ങോട്ട് വരണേ. വെറുതെ ഇവിടെ വായും പൊളിച്ചിരിക്കാനല്ലേ. അതൊക്കെ ഒരു പാട്ടൊക്കെ പാടി നടന്നെങ്കിൽ പോര്. അപ്പൊ വണ്ടി എന്ത് ചെയ്യും? അത് അവിടെ എങ്ങനെ വെച്ച് കൂട്ട്. വഴി വെച്ചിട്ട് വരാനാ? ഇത് പൊന്നാളതൊക്കെ സേഫ് ആണ്, ആരെങ്കിലും എടുത്തോണ്ട് പോയാലോ? പിന്നെ ആരെടുത്തോണ്ട് പോകാൻ? അങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും വണ്ടിയെ കാണുമല്ലോ. ഞാനൊക്കെ എന്തോരം വണ്ടി റോഡിൽ വെച്ച് കൂട്ടിട്ട് വന്നു. അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അവിടെ വെച്ചോളാം. പിന്നെ നാളെ എന്റെ വണ്ടി കാണാനല്ലേ എന്നോടൊന്നും പറയരുത്. എന്റെ വണ്ടിയാ? നീ എന്തിനാണ് എന്റെ വണ്ടി എടുത്തോണ്ട് പോയത്? അല്ലല്ലേ, അത് പെട്ടെന്ന് ആവശ്യം വന്നപ്പോ എടുക്കേണ്ടത്. എന്നെ എടുക്കുമ്പോ ഒന്ന് കിണിക്ക് നോക്കൂടെ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോന്ന്. എടാ കൂട്ടത്തിൽ ഇച്ചിരി കിണുക്കം കേട്ടത് നിന്റെ വണ്ടിയില്, അതുകൊണ്ട് അത് എടുത്തോണ്ട് വന്നേ. നീ ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? വണ്ടി ഇവിടെ വെച്ചിട്ട് വരട്ടെ? വെറുതെ അതൊന്നും സേഫ് അല്ല, റിസ്ക് ആണ്. ഞാൻ അങ്ങോട്ട് വരാം പെട്രോൾ മേടിച്ചോണ്ട്. പിന്നെ ഞാൻ വരുന്ന വരാ വേറെ വണ്ടി ഒന്നും ഊറ്റാൻ പോരുത് കേട്ടല്ലോ. എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. ഡേയ് ഇപ്രാവശ്യം ഇല പറിക്കാൻ വരുന്നുള്ള ബാക്ക് കൂടെ ചാടി വന്ന് കത്തി കാണിച്ച് എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കരുത്. ആ ഫ്രണ്ട് ഗേറ്റ് ഞാൻ തുറന്നിട്ട് തരാം. അതിലൊരു ത്രില്ലില്ല ചോദിച്ചേട്ടാ. എനിക്ക് പ്ലാവ് ഓർമ്മയുണ്ട്. ഞാൻ കൊണ്ടുവന്നോളാം. ഡേയ് പറഞ്ഞോളൂ. അയ്യോ അതൊന്നും പറഞ്ഞില്ലയോ? നമ്മൾ ഈ പ്രാവശ്യം അസോസിയേഷൻ ഓണപ്പരിപാടി വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ നടത്താൻ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ഈ പ്രാവശ്യം തിരുവാതിരകളി, തുമ്പിതുള്ളി, കണ്ണ് കെട്ടി കലമ്പടി, ഉറിയടി, വടംവലി, ചാക്കിലോട്ട് ആ പരിപാടികളൊന്നും ഈ പ്രാവശ്യം ഇല്ല. ആ സന്തോഷത്തിന് ഒരു കുളിരില്ലേ? ശരിയാ. എന്നാ കുളിര് പോകുന്നതിന് 2000 രൂപ എടുത്ത്